അങ്ങോട്ട് നോക്കി ഇത്ര നേരം നീ കൂടെ വന്നോ അങ്ങോട്ട് വന്നു അങ്ങോട്ട് നോക്കണം നേരെ നേരെ നിന്റെ പേഴ്സ് വല്ലതുണ്ടോ തൈര് വേണമെന്നോ ഇതിലേക്കോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റമദാൻ മാസം നമ്മോട് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് കോതമംഗലത്ത് വെച്ച് റിസാന ഫാത്തിമ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരിയെ, ഏകദേശം 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഇപ്പോൾ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം 38 ഗ്രാം MDMA-യുമായിട്ട് ഒരു ഹൈന്ദവ സഹോദരനോടൊപ്പം വെച്ചിട്ടാണ് ഈ സ്ത്രീയെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം ഭയങ്കര മതമൈത്രിയാണ്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർ ബാംഗ്ലൂരിൽ പോയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഹോൾസെയിലായി വാങ്ങിക്കൊണ്ട് വന്നിട്ട് കേരളത്തിലെത്തിച്ചിട്ട് അതും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന സംഘമാണ് ഇവർ എന്നുള്ളത് നിങ്ങൾ ഞെട്ടിക്കുന്ന കാര്യമാണ്. അവരെ പഠിക്കുന്ന കുട്ടി തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് നമ്മെ ഞെട്ടിക്കുന്നത്. എന്തൊരു കാലമാണ് നിങ്ങൾ നോക്കണം. 5 ഗ്രാം വെച്ചാൽ പോലും ജാമ്യം കിട്ടാത്തൊരു കേസാണിത്. അപ്പോഴാണ് ഹോൾസെയിലായിട്ട് 38 ഗ്രാമോട് കൂടിയാണ് ഈ പെൺകുട്ടിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇത് കേരളത്തിലെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും കാണണം. കാരണം നമ്മുടെ പെൺകുട്ടികളെ ഒരുപാട് പൈസയും എല്ലാം കൊടുത്ത് കോളേജ് പറഞ്ഞയക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണാം. പെയിന്റ് ചെയ്തിട്ടെ ചെരുപ്പൊക്കെ എല്ലാം മാറ്റി വെച്ചു. അവിടെ കിടന്നാറിനാ അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി. കോതമംഗലം ടൗണിൽ രാത്രി മെഡിക്കൽ അങ്ങോട്ട് നോക്കി ഇത്ര നേരം നീ കൂടെ വന്നോ അങ്ങോട്ട് അങ്ങോട്ട് നോക്കണം നേരെ നേരെ നിന്റെ പേഴ്സ് വല്ലതുണ്ടോ തൈര് വേണമെന്നോ ഇതിലേക്കോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഒരു കൂസലുമില്ലാതെ എത്ര സന്തോഷവാന്മാരായിട്ടാണ് രണ്ടാളും ആ ജീപ്പിലിരുന്ന് പോകുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഒരു കരച്ചിലോ സങ്കടമോ ഒന്നുമില്ല. കാരണം അവർക്കിതൊന്നും വലിയൊരു പുത്തരിയല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ വേണം. അവിടെ നാട്ടിലും അതുപോലെ തന്നെ വീട്ടിലും മാതാപിതാക്കളും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കാണുക. ഈ കുട്ടി എന്ന് പറയുന്നത് ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ് റിസാന ഫാത്തിമ എന്ന് പറയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി. അതുപോലെ തന്നെ ഇവരുടെ ഒപ്പം അറസ്റ്റിലായ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് എരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്ന് പറയുന്ന സഹോദരനെയും കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 38 ഗ്രാമിനോട് അടുപ്പം വെച്ചിട്ടുള്ള MDMA-യുമായിട്ടാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് കച്ചവടം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 മൊബൈൽ ഫോണുകൾ എക്സൈസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തുമെന്ന് ഏതായാലും എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും ആ സംഘം അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഇവരെ ഫോളോ ചെയ്ത് വരുന്നത് ഏതാനും മാസങ്ങളായി എന്നുള്ളതാണ്. ഇവർ ബാംഗ്ലൂരേക്ക് പോയി എന്ന റിപ്പോർട്ട് കിട്ടിയ സമയത്ത് തന്നെ ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് കേരളത്തിലെത്തിയ സമയത്താണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പോലീസിന് എന്താണ് പറയാനുള്ളത്, നമുക്ക് അവിടെ വാക്കൊന്ന് കേൾക്കാം. വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് അവർക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയതും
ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവര് വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരവല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കെയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ക്യാച്ചാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന കണ്ണികളെ നമ്മൾ എന്ത് വില കൊടുത്തും അത് തടയാൻ ഉള്ള ഒരു പരിശ്രമമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഉണ്ട്. കോളേജ് വിദ്യാർത്ഥികളിലാണ് ഇവര് കൂടുതലും ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടിയും ഈ കോളേജ് കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അത്തരം ഒരു വ്യാപനം കൂടുതലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പൊ അതുകൊണ്ട് ഇവരെ നമുക്ക് തടയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അതിലൊരു ചെറിയ അളവിലെങ്കിലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും നടത്തുക. ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യും. ഇവര് സമാന കേസില് പ്രതിയായിട്ടുള്ളവരല്ല, നമ്മുടെ കേസുകളിലൊന്നും പ്രതിയായിട്ടുള്ളവരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 5 ഗ്രാം കൈവശം വെച്ചാൽ തന്നെ ജാമ്യം കിട്ടാത്ത കേസാണ്. അപ്പോഴാണ് 38 ഗ്രാമായിട്ട് ഇവയെ പിടിച്ചത്. തീർച്ചയായിട്ടും ഇവർ ജയിലറയിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്കൂൾ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള മാരകമായ സാധനങ്ങൾ ഈ പെൺകുട്ടി അവിടെ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് റീറ്റെയിലായിട്ട് ഇവിടെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ പറഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് മണിയായിട്ട് ഇവർക്ക് വലിയ ക്യാഷ് കൊടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുടെ വാപ്പയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് അത്ര പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകുന്നത്. ആ ഒരു പൈസ വീണ്ടും വീണ്ടും കിട്ടാതെ വരുന്ന സമയത്ത് സ്വന്തം പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ പോവുകയാണ്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് വലിയ ക്യാഷ് അവർക്ക് കയ്യിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാർഗ്ഗങ്ങൾ തേടിയിട്ട് പെൺകുട്ടികൾ, ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഇപ്പോൾ പെൺകുട്ടികളാണ് ഈ ഒരു രംഗത്ത് വിലസി നടക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം മാതാപിതാക്കൾ തീർച്ചയായിട്ടും കാണും. നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് അവർ എന്തിന് ചെലവ് അയക്കുന്നു, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു പരിശോധന നടത്തുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നമ്മളുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടിലേക്ക് പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ റമദാൻ മാസത്തിലടക്കം ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ പേര് റിസാന ഫാത്തിമ എന്ന മുസ്ലിം സഹോദരിയാണ്. കാരണം യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ഒരു തെറ്റ് അതും ഈ പുണ്യമാസത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പടച്ചവനെയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെയും ഒന്നും യാതൊരു ഭയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികളെ തീർച്ചയായിട്ടും തിരുത്തപ്പെടുക തന്നെ വേണം. അല്ലാത്ത കാരണത്താൽ നിങ്ങളെ മക്കൾ മാത്രമല്ല ഒരു നാടിനെ മൊത്തം ഒരു ക്യാൻസറായിട്ട് നിങ്ങളുടെ മകളും അതുപോലെ തന്നെ ഇദ്ദേഹവും തീർച്ചയായിട്ടും കാർന്ന് തിന്നുക തന്നെ ചെയ്യും. അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുകയാണ് ശരിക്കും വേണ്ടത്. അല്ലാത്ത പക്ഷം തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ ഇവർ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അവരെ തിരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെയും തിരിച്ചു കിട്ടുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.